റിസർവ് ബാങ്ക് രാജ്യത്തെ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തെ വായ്പയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിനും സ്വീകരിക്കുന്ന നടപടികൾ പൊതുവെ രണ്ട് തരത്തിലാണ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ്സ് ഓർ മെഷേഴ്സ് ടേക്കൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഇതിന് ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാൻ പറ്റിയത് എന്താണ്? ദ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദ വോള്യം ആൻഡ് ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. രാജ്യത്തുള്ള വായ്പയുടെ അളവിനെയും അതിന്റെ സഞ്ചാര ദിശയെയും ഏതേത് നല്ല നല്ല കാര്യങ്ങൾക്കാണോ വായ്പ കൊടുക്കുന്നത്, ഏതേത് അനാപത്ത് ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് വായ്പ കൊടുക്കുന്നത് എന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം. പ്രോഗ്രസീവായ കാര്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ പ്രോഗ്രസീവ് അല്ലാത്ത ദൂർത്തിന് വേണ്ടി വായ്പ കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയല്ല. അപ്പൊ അതിന്റെ വോള്യത്തെയും കൺട്രോൾ ചെയ്യണം, വായ്പ കൊടുക്കുന്നതിന്റെ ഡയറക്ഷനെയും കൺട്രോൾ ചെയ്യണം. ഇത് റിസർവ് ബാങ്കിന് നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നമുക്ക് രണ്ട് ബ്രാഞ്ച് ആയിട്ട് ഡയഗ്രാം വരയ്ക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് ഒരു വശത്ത്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് വേറൊരു വശത്ത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിനെ നമ്മൾ ജനറൽ മെത്തേഡ്സ് എന്ന് പറയും. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിനെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് എന്നും പറയാറുണ്ട്, മറ്റൊരു പേര് പറയാറുണ്ട്. ഇനി ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡിൽ നമുക്ക് ബാങ്ക് റേറ്റ് കൂട്ടിയും കുറച്ചും കൊണ്ട് റിസർവ് ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊടുക്കുന്ന വായ്പയുടെ അളവിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേറൊരു വശത്ത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഓപ്പൺ മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ട് ബോണ്ടുകളും മറ്റുമൊക്കെ വിറ്റഴിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പണത്തെ സ്വീകരിച്ചെടുക്കുന്ന രീതിയുണ്ട്. വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് വ്യത്യാസപ്പെടുത്തുന്ന ക്യാഷ് റിസർവുകൾ. കാരണം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്കാണ്. ആ സെൻട്രൽ ബാങ്കിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കേണ്ടുന്ന ക്യാഷ് റിസർവിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR അതിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ട്, ഇങ്ങനെ 5 രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് മാർജിൻ റിക്വയർമെന്റ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അത് ഒരു രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേഷനിങ്, വായ്പാ റേഷനിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ആണ്. പിന്നെ വേറൊരു ഒരു മാർജിൻ ഫിക്സ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ക്രെഡിറ്റ് റേഷനിങ് ആണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തത് ഓവർ ക്രെഡിറ്റിനെ റെസ്ട്രിക്ട് ചെയ്യലാണ്, അമിത വായ്പയെ റെസ്ട്രിക്ട് ചെയ്യലാണ്. നാലാമത്തത് ഡയറക്റ്റ് ആക്ഷനും. അഞ്ചാമത്തത് മോറൽ സുയേഷനുമാണ്. നേരിട്ട് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ കഴിയും റിസർവ് ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൈക്കൊള്ളുന്ന തെറ്റായ നടപടികൾക്കെതിരെ. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞത് മോറൽ സുയേഷൻ അഥവാ ധാർമ്മികമായ ഉപദേശം കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വായ്പ കൊടുക്കാവൂ, അല്ലാത്ത കാര്യങ്ങൾക്ക് വായ്പ കൊടുക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്യാം. റിസർവ് ബാങ്കിന് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പേരിൽ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം. ഇനി ഇതിൽ നമ്മൾ ഈ ഓരോ പോയിന്റുകളും വീണ്ടും ഈ ഡയഗ്രാം വരച്ചതിന് ശേഷം വീണ്ടും സബ് ഹെഡിങ് കൊടുത്തിട്ട് അത് താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ആദ്യം തന്നെ ബാങ്ക് റേറ്റ് പോളിസി ഇങ്ങനെ പറയാം. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് മിനിമം റേറ്റ് അറ്റ് വിച്ച് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൽ നിന്ന് വായ്പ കൊടുക്കാൻ നേരത്ത് അവരിൽ നിന്ന് ഈടാക്കുന്ന ഏറ്റവും കുറഞ്ഞ പലിശ എന്ന് പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എലിജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി മേടിച്ചിട്ടാണ് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോൺ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് മേടിക്കുന്ന പലിശ നിരക്ക് ബാങ്ക് റേറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിരക്കിനനുസരിച്ച് കൂടിയ പലിശ നിരക്കായിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്ക് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന പലിശയും അതനുസരിച്ച് കൂടിയതായിരിക്കും. അപ്പൊ ജനങ്ങൾക്ക് കൂടിയ പലിശ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൂടിയ പലിശ കൂടുമ്പോൾ, ബാങ്കിന്റെ പലിശ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോണുകൾ എടുക്കാൻ അധികം പേര് വരില്ല. ഓട്ടോമാറ്റിക്കലി ബാങ്കുകൾ ലോൺ എടുക്കുന്നതിന്റെ അളവ് കുറയും. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റികളും ബോണ്ടുകളും ഓപ്പൺ മാർക്കറ്റിൽ പോയി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഗവൺമെന്റ് സെക്യൂരിറ്റികളും ബോണ്ടുകളും ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയോ ചിലപ്പോൾ സമയത്ത് വാങ്ങുകയോ ഒക്കെ ചെയ്യും.
അപ്പോൾ വെൻ RBI വാണ്ട്സ് ടു എക്സ്പാൻഡ് ദ ക്രെഡിറ്റ്, മണി സപ്ലൈ കൂട്ടണം എന്ന്, വായ്പ കൂട്ടണം എന്നുണ്ടെങ്കിൽ ടു സ്റ്റാർട്ട് ബൈയിങ് സെക്യൂരിറ്റീസ്, ആൾക്കാരുടെ കയ്യിൽ പണ്ട് വിറ്റേക്കണ ഗവൺമെന്റ് സെക്യൂരിറ്റീസും ബോണ്ടുകളും തിരിച്ചു വാങ്ങിക്കും. എന്നിട്ട് പകരം അതിന്റെ പണം ജനങ്ങളിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ പണം മുഴുവനും ഫീൽഡിലേക്ക് ഇറങ്ങണേ. അപ്പോൾ പണം ചുരുക്കത്തെ കുറഞ്ഞ് പണപ്പെരുപ്പം വീണ്ടും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതേസമയം നേരെ തിരിച്ചാണെങ്കിലോ അത് കയ്യിലിരിക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസും ബോണ്ടും ഇതൊക്കെ വിൽക്കാനും തയ്യാറാകും. അങ്ങനെ വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ വിൽക്കുമ്പോൾ അത് വാങ്ങാനായിട്ട് ആൾക്കാർ അവരുടെ കയ്യിലുള്ള പണം മുടക്കി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള പണം മുഴുവൻ റിസർവ് ബാങ്കിന്റെ കയ്യിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ ഫീൽഡിൽ അത്രയും കുറച്ച് പണമാണ് പിന്നെ ഫീൽഡിൽ കിടന്ന് കളിക്കുള്ളൂ. അതായത് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു റിസർവ് ബാങ്കിന് നടത്താൻ. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം സ്വീകരിച്ചുകൊണ്ടല്ല, പല പല മെത്തേഡുകളിലൂടെ മാറി മാറിയാണ് സ്വീകരിച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ തരത്തിലുള്ള വായ്പയെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും കൺട്രോൾ ചെയ്യുന്നതും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്.